ഇന്നലെ നിന്റെ ഒരുക്കം ഇതുവരെ തീർന്നില്ലേ? ഞാൻ എപ്പോഴേ റെഡി. അല്ല, മിലാനിലെ ഷോയ്ക്ക് സെലക്ഷൻ കിട്ടിയത് സാനിയക്കാണോ നിനക്കാണോ? ഇങ്ങനൊരു മനുഷ്യൻ സ്വന്തം ഭാര്യ ഇത്തിരി മെനയ്ക്ക് ഒരുങ്ങി ഇറങ്ങിയ ഭർത്താക്കന്മാർക്ക് സന്തോഷമല്ലേ വരണ്ടേ? അല്ല, സുമിയും ഗിരി ഇങ്ങോട്ട് വരുന്നാണോ പറഞ്ഞത്? അല്ലച്ച, അവരെങ്ങ എയർപോർട്ടിൽ എത്തിക്കോളും. ശരിയെന്നാ നമുക്ക് ഇറങ്ങിയാലോ? ആ, അല്ല, നന്ദു എവിടെ? നന്ദു, എടി നന്ദു. എടി, നീ ഇതുവരെ റെഡി ആയില്ലേ? അതിന് ഞാനെങ്ങും വരുന്നില്ലല്ലോ. അതെന്താ? നമ്മളെല്ലാരും കൂടി ഇവളെ യാത്രയാക്കാൻ എയർപോർട്ടിൽ പോകുന്ന കാര്യം ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അതൊന്നും സാരില്ലമ്മേ. അങ്ങനെ എല്ലാരും കൂടി വന്ന് ആഘോഷമായിട്ട് യാത്രയാക്കേണ്ട കാര്യം എന്താ? 10 ദിവസം കഴിഞ്ഞാ ഞാനിങ്ങ് വരില്ലേ? ശരി നന്ദു, ഞാൻ പോയിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? നല്ല സന്തോഷമായിട്ടിരിക്കെ. ഞാൻ തിരിച്ചു വന്നിട്ട് നമ്മളൊരു കലക്ക് കലക്കും. നിധിയേട്ട വന്നിട്ട് ഒരുപാട് നേരമായോ? ഒരു അരമണിക്കൂറായി കാണും. സോറി നിധിയേട്ടാ, അവരെ എയർപോർട്ടിൽ പോകാതെ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ വെറുതെ ഓരോ 100 ചോദ്യത്തിന് സമാധാനം പറയേണ്ടി വരില്ലേ? ഒരു 2 മണിക്കൂർ സമയമുണ്ട് നമുക്ക്. അവർ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് തിരിച്ചെത്തിയാൽ മതി. എന്റെ അനിയത്തിയുമായിട്ട് ഒരു കൂട്ടുകെട്ടും വേണ്ട. അതെല്ലാം ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണം. പറ നിധിയേട്ടാ, എന്താ മിണ്ടാതിരിക്കുന്നേ? എന്നോട് പിണക്കാണോ? ഏയ്, എന്തിന്? അന്നങ്ങനെ ഓടിപ്പോയതിന് ദേഷ്യം പിണക്കൊന്നുമില്ല. പക്ഷേ എനിക്ക് സങ്കടായി. ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്തായി വീട്ടിലെ കാര്യങ്ങള്? സുമി ചേച്ചിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്നാ തോന്നുന്നത്. കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഏകദേശം അറിയാന്നാ എനിക്ക് തോന്നുന്നത്. ഡൗട്ടൊന്നുമല്ല, സുമിതയെടുത്തി കാര്യങ്ങളെല്ലാം അറിഞ്ഞു. നീയായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്നും പറഞ്ഞ് നിന്റെ ചേച്ചി സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാർണിംഗ് തരുകയും ചെയ്തു. അതുകൊണ്ട് പറ നിധിയേട്ടാ, അതുകൊണ്ട് എന്താ? അല്ല, ഞാൻ ആ വിഷയം നിന്നോട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ഇതിനേക്കാളും വലിയ വാണിംഗ് ഉപദേശമൊക്കെ എനിക്കും കിട്ടിയതാ. അതിന്റെ പേരിൽ നിതീഷേട്ടൻ എന്നെ നിതീഷേട്ടന്റെ മനസ്സിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതെന്നോട് തുറന്നു പറയണം. എന്റെ ചേച്ചിയും വീട്ടുകാരെയും പേടിച്ച് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് നിതീഷേട്ടന് ആഗ്രഹമുണ്ടോ? എന്തൊക്കെയാ നീ പറയുന്നത് നന്ദു? പരസ്പരം കൈപിടിച്ച് ഒത്തിരി ദൂരം വന്നു കഴിഞ്ഞില്ലേ നമ്മൾ? ഇനി ആരൊക്കെ എതിർത്താലും നമുക്ക് തിരിച്ചു നടക്കാൻ പറ്റുമോ? സുമേച്ചിക്ക് ഇനി ആരെ വേണമെങ്കിലും ഉപദേശിക്കോ വാൺ ചെയ്യോ ഒക്കെ ചെയ്യാലോ. കാരണം ഹർ ലൈഫ് ഇസ് സെറ്റിൽ. ഗിരിയേട്ടന്റെ ഭാര്യ പദവി കിട്ടിയതോടെ എന്റെ ചേച്ചിയുടെ സ്വഭാവം നന്നായി മാറിയിട്ടുണ്ട്. നാട്ടുകാരുടെ വായ അടപ്പിച്ചതുകൊണ്ടേ ഈ ലോകത്ത് ഒരു കാര്യം നടക്കില്ല നിധിയേട്ടാ. അതെനിക്കറിയാം നന്ദു. എന്റെ കൂടെ നിൽക്കാനുള്ള ധൈര്യം നീ കാണിച്ചാൽ മാത്രം മതി. നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത്. ആരെതിർക്കാൻ വന്നാലും ഞാൻ നിതീഷേട്ടനല്ലാതെ മറ്റൊരാളെയും കല്യാണം കഴിക്കില്ല. എന്താ? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രണയിച്ച പെണ്ണാണ് നീ. എന്നെ വിശ്വസിച്ച് സ്വയം നിന്നെ എനിക്ക് സമർപ്പിച്ചവളാ നീ. ആ നീയല്ലാതെ വേറൊരു പെണ്ണിന്റെ മനസ്സിലോ ജീവിതത്തിലോ ഉണ്ടാവില്ല. നിന്റെ വിശ്വാസവും സ്നേഹവും ഞാൻ ഒരിക്കലും കൈവിട്ട് കളയില്ല നന്ദു.
എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കഴുത്തിൽ ഞാനല്ലാതെ മറ്റൊരാൾ താലി കെട്ടില്ല. ശബരിമല സീസൺ ആയ പിന്നെ എല്ലാ അവന്മാരും സ്വാമിമാരുടെ വേഷത്തിലാണല്ലോ. ഏതാടാ നീ? എന്താ കാര്യം? എന്നോട് വരാൻ പറഞ്ഞിരുന്നു. ആര്? ഗിരിസ്വാമി. ഗിരിസ്വാമി? ആ ബെസ്റ്റ്. ഏതായാലും നീ അന്വേഷിച്ചു വന്ന ആള് ഇവിടെ ഇല്ല. താൻ പോകുന്നില്ല. ആ പൊയ്ക്കോ 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 പൊയ്ക്കോ. എടാ ഇങ്ങോട്ട്. എന്നോട് പോകാനല്ലേ പറഞ്ഞേ? അകത്തോട്ട് എവിടെ പോവാ? ഞാൻ ഗിരിസ്വാമി സുമിതേച്ചി വിളിച്ചിട്ട് വന്നതല്ലേ, അവരെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. നിക്കണ അവിടെ. എടാ എന്നെ ഇട്ട് ഓടിക്കരുത് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇതേതാ കുട്ടി? ആരാ ഈ കുട്ടി അമ്പി? നീ എന്തിനാ ഇവനെ ഓടിക്കുന്നേ? ആരാ ഇവൻ? ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട ഏതോ പിള്ളേരാ. ഗിരിസ്വാമി അങ്ങള് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടാ ഞാൻ വന്നത്. ആണോ? എന്താ മോന്റെ പേര്? മണി. എവിടെ വീട്? ഇവിടെ അടുത്ത് തന്നെയാ. അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴാ ഗിരിസ്വാമിയും സുമതേച്ചിയും എന്നെ വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചത്. അനുരാധേ, ഈ കുഞ്ഞിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ ദാമോദരനോട് പറ. ചെല്ല്. ആരാ അമ്മ ഇവൻ? ആരായാലും വീട്ടിലേക്ക് കയറി വന്നൊരു അതിഥിയല്ലേ, കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ചെല്ല്. അല്ല, ഈ റോഡിൽ കാണുന്ന പിച്ചക്കാരെയൊക്കെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തുന്നത് അത്ര നല്ല ഏർപ്പാടല്ലെന്നേ ഗിരിയോടൊന്ന് പറയണം. എടാ കാശ് കിട്ടിയില്ലേ? ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. നീ എന്നാ നോക്കി പേടിപ്പിക്കുന്നത്? ഓടറാ. നിക്കാനാ പറഞ്ഞു. എടാ വിളക്ക് മറിഞ്ഞ് തലേ വീഴൂടാ. നിക്ക. അങ്ങോട്ട് പോയ എന്നാ പിന്നെ ഇതിനകത്ത് കിടക്കും. എന്റെ അടുത്താ കാളി. മണി, നീ എന്താ ഇവിടെ? നിങ്ങളെ കാണാൻ വേണ്ടി കാത്തു നിന്നതാ. നമുക്കകത്തേക്ക് പോവാം. വേണ്ട ഗിരിസ്വാമിയങ്ങളെ, ഞാൻ വീട്ടിൽ കയറി എല്ലാവരെയും കണ്ടു കഴിഞ്ഞു. ഓ, നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം കാത്തു നിന്നതാ. എന്നാ ഞാൻ പോട്ടെ, പിന്നെ വരാം. സനു എയർപോർട്ടിൽ സമയത്ത് എത്തിയോ ഗിരി? എത്തിയമ്മേ. ഫ്ലൈറ്റ് പോയതിനു ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. അതെ തക്കടു, നിന്നെ കാണാൻ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. കുട്ടിയോ? ഏത് കുട്ടി? മണികണ്ഠൻ. നിങ്ങളെ അമ്പലത്തിൽ കണ്ട് പരിചയപ്പെട്ടു എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വരാനും ക്ഷണിച്ചു എന്ന് പറഞ്ഞു. അവനോ? അവന് ഞങ്ങൾ കണ്ടച്ചമേ, ഞങ്ങളെ കാലത്ത് വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു. അമ്പി അവനെ ഓടിച്ചുവിടാൻ
അച്ഛമ്മേ ഇതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ കുഴമ്പിട്ട് തരില്ലേ? മോളെ, തക്കുടുവിന്റെ കാര്യം നോക്കാൻ തന്നെ നിനക്ക് സമയം തികയുന്നില്ല. അച്ഛമ്മക്ക് അറിയാം. അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. അല്ല മോളെ, ഇന്ന് ഇവിടെ വന്ന കുട്ടിയെ നിനക്ക് എങ്ങനെയാ പരിചയം? ഞാൻ അവനെ അമ്പലത്തിൽ വെച്ചാ കണ്ടത്. എന്തോ ഓമനത്തുള്ള കുട്ടിയാ. എന്തൊരു തേജസ് അവന്റെ മുഖത്ത്. ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോഴും അവനെ കണ്ടിരുന്നു. ഇന്നലെ ഞാനും ഗിരിയും പതിവില്ലാതെ അവിടുത്തെ ആൽത്തറയിലെ കുറേ നേരം ഇരുന്നു. നടയടച്ചു കഴിഞ്ഞ് വീണ്ടും കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. ഒരു കണക്കിന് നോക്കിയാ അതൊരു ധ്യാനം തന്നെയാ. ശാന്തമായ മനസ്സോടെ എല്ലാ ദിവസവും കുറച്ചു നേരെങ്കിലും അവിടെ ഇരിക്കാൻ പറ്റിയ അത് നല്ലത് തന്നെ മോളെ. പക്ഷേ അങ്ങനെ ശാന്തമായിട്ടുള്ളൊരു മനസ്സോടെ അല്ല അച്ഛമ്മേ ഞങ്ങൾ ഇന്നലെ അവിടെ ഇരുന്നത്. ഗിരിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. പഴയ ചില ഓർമ്മകളുടെ കടലായിരുന്നു. എന്തോർമ്മ? പെറ്റമ്മയെ കുറിച്ചുള്ള ഓർമ്മകള്. എന്തൊക്കെയോ നിമിത്തങ്ങൾ സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നുക. അമ്പലത്തിൽ വെച്ച് മണികണ്ഠന്റെ വായിൽ നിന്ന് വീണ ചില കാര്യങ്ങള് ഗിരിയുടെ മനസ്സിനെ ചെറുതായിട്ടൊന്ന് ഒലച്ചു. അവൻ എന്താ പറഞ്ഞത്? മണിയുടെ അമ്മ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയതാത്രേ. അമ്മയെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനും ഗിരിയും ആൽത്തറയിൽ ഇരുന്ന് സംസാരിച്ചത് മുഴുവനും മഹാലക്ഷ്മി അമ്മയെക്കുറിച്ചാ. നമ്മളൊക്കെ ഇതുവരെയും കരുതിയിരുന്നത് പോലെ സ്വന്തം അമ്മയുടെ അടുത്ത് ഗിരിക്ക് യാതൊരു വെറുപ്പുമില്ല അച്ഛമ്മേ. കുഞ്ഞുനാളിൽ ഒരമ്മയെ ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്ന പ്രായത്തില് മഹാലക്ഷ്മി അമ്മ ഗിരിയെ ഇട്ടെറിഞ്ഞു പോയതിലുള്ള സങ്കടവും പരിഭവവും മാത്രമാണ് ഗിരിയുടെ മനസ്സിൽ. ബാക്കിയുള്ളതെല്ലാം പിന്നീട് അങ്ങോട്ട് പലരും ചേർന്ന് പറഞ്ഞു പഠിപ്പിച്ചതും വളർത്തിയെടുത്തതുമായിട്ടുള്ള ഓരോ ചിന്തകളാ. അച്ഛമ്മേ, കോഴിക്കോട് വെച്ച് ഞാൻ മഹാലക്ഷ്മി അമ്മയെ ചെന്ന് കണ്ടിരുന്നു. സത്യാണോ? അതെ അച്ഛമ്മേ. ആ കൂടിക്കാഴ്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അവരെ പോലൊരു സ്ത്രീക്ക് ഒരിക്കലും ഒരു കാലത്തും സ്വന്തം മകനെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനത്രത്തോളം വലിയൊരു കാരണം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അമ്മയെക്കുറിച്ച് ഗിരിയുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ മാറൂ. സത്യം അറിയാതെ ഈ ഗിരി സ്വന്തം അമ്മയെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒക്കെ അകറ്റി നിർത്തുന്നതേ സങ്കടമുള്ള കാര്യമില്ല അച്ഛമ്മേ. സത്യത്തിൽ ഈ മഹാലക്ഷ്മി അമ്മയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? അവരെന്തിനാ ഈ കുടുംബത്തിനെയും സ്വന്തം മകനെയും ഇട്ടെറിഞ്ഞു പോയത്? സത്യം അറിയാതെ ഗിരി സ്വന്തം അമ്മയെ വെറുത്താല് അതിന്റെ ശാപം ഗിരിക്കിടെ കിട്ടുക. അതുണ്ടാവാൻ പാടില്ല. എല്ലാ സത്യങ്ങളും അച്ഛമ്മയ്ക്ക് അറിയാന്ന് എനിക്കറിയാം. അതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞേ പറ്റൂ. എനിക്ക് വേണ്ടിയല്ല, അച്ഛമ്മയുടെ സ്വന്തം തക്കുടുവിന് വേണ്ടിയെങ്കിലും. അവൾ തക്കുടുവിന് സ്വന്തം ഇഷ്ടപ്രകാരം കളഞ്ഞിട്ട് പോയതല്ല മോളെ. കുഞ്ഞിനെ കൊണ്ടുപോയാൽ ആ കുഞ്ഞിന്റെ ജീവനും കൂടി ആപത്തിലാകുമെന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാ കുഞ്ഞിനെ പറച്ചെറിയും പോലെ അവൾ ഇവിടെ വിട്ടിട്ട് പോയതാ. ഈ കുടുംബത്തിൽ നിന്ന് മഹാലക്ഷ്മി ഒഴിഞ്ഞു പോയാൽ മാത്രമേ തക്കുടു സുരക്ഷിതനായിരിക്കൂ എന്ന വ്യവസ്ഥ അവൾക്ക് മുന്നിൽ വെക്കപ്പെടുകയായിരുന്നു. ആരാ അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചത്? ഇന്ന് ഈ കുടുംബത്തിന്റെ സർവാധികാരിയായി ഭരണം നടത്തുന്ന അനുരാധ. എന്തിന്? ഗിരിയും അമ്മയും അച്ഛനും സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഈ കുടുംബത്തിലേക്ക് മൂന്നാമതൊരാൾ എങ്ങനെയാ കടന്നു വന്നത്? അവർക്ക് എങ്ങനെയാ അത്രയും പറയാനും പ്രവർത്തിക്കാനുള്ള അധികാരം കിട്ടിയത്? തക്കുടുവിന്റെ അച്ഛനെ അവൾ വശീകരിച്ചെടുക്കുകയായിരുന്നു മോളെ. സ്വന്തം ഭാര്യയോളം സ്ഥാനം അവൾക്ക് നൽകാനുള്ള അവസ്ഥയിലേക്ക് എന്റെ മോനെ അവൾ കൊണ്ടെത്തിച്ചു. അതൊക്കെ പറഞ്ഞു വന്ന വലിയ കഥയാ, ഒരുപാട് പഴയ കഥ. എന്റെ മോൻ സത്യന്റെ വിശ്വസ്തനും ഡ്രൈവറുമായിരുന്നു രാഘവൻ. അവന്റെ മരണത്തോടെ ആ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്നതാ സത്യന്. അനുരാധക്ക് നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുത്തു പോയി എന്നൊരു തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ.
എന്നാൽ വിധവയായ അനുരാധയും മക്കളും അവനെ മയക്കിയെടുത്തു. വേണ്ടിടത്ത് സ്നേഹവും സങ്കടവും പരിഭവവും ഒക്കെ കൃത്യമായി അഭിനയിച്ചു. തക്കുടൂന്റെ അച്ഛനെ അവൾ വരുതിക്ക് നിർത്തി. പെങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കാൻ അമ്പിയുടെ കുരുട്ടുബുദ്ധി കൂടി ആയപ്പോ എല്ലാം തികഞ്ഞു. ഇതൊക്കെ സംഭവിക്കുമ്പോ ഗിരിയുടെ അച്ഛന് മഹാലക്ഷ്മി അമ്മയോടുള്ള നിലപാട് എന്തായിരുന്നു? അപ്പോഴേക്കും സത്യന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി മോളെ. അപ്പോഴേക്കും അവൻ അനുരാധയുടെ പരിചരണത്തിലായി കഴിഞ്ഞിരുന്നു. ഓഫീസിലെ മാത്രല്ല, കുടുംബത്തിലെ സകല കാര്യങ്ങളും അനുരാധയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നു. മഹാലക്ഷ്മി ഈ വീട്ടിലെ ഒരു വേലക്കാരിയുടെ സ്ഥാനത്തേക്ക് ഒതുങ്ങി. മകനെ ഓർത്ത് എല്ലാം സഹിച്ച് അവൾ ഇവിടെ കഴിഞ്ഞു. പാവം. മഹാലക്ഷ്മി ചിത്തത്തിലുള്ളിടത്തോളം കാലം സത്യന്റെ ഭാര്യ എന്ന പദവിയും അതുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും ഒന്നും തനിക്ക് വന്നു ചേരില്ലെന്നറിഞ്ഞ അനുരാധ മഹാലക്ഷ്മിയെ ഒടുവിൽ ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒടുവിൽ തക്കുടൂനെ അപായപ്പെടുത്തുമെന്ന ഭീഷണിയിൽ മഹാലക്ഷ്മിയെ അവൾ ഇവിടുന്ന് തുരത്തുകയും ചെയ്തു. ഇതൊക്കെ അറിഞ്ഞിട്ടും അച്ഛമ്മ പ്രതികരിച്ചില്ലേ? ഇതൊക്കെ സംഭവിക്കുമ്പോ അങ്ങ് കണ്ണൂരിലെ തറവാട്ടിലായിരുന്നു ഞാൻ. കാര്യങ്ങളുടെ അപകടം പിടികിട്ടി ഞാൻ ഇടപെടുമ്പോഴേക്കും സത്യന് തീരെ വയ്യാതായി. അപ്പോഴേക്കും അവൻ ആശുപത്രിയിലേക്ക് പ്രവേശിക്കപ്പെട്ടു. മഹാലക്ഷ്മി അപ്പോഴേക്കും എവിടെയോ പോയി കഴിഞ്ഞിരുന്നു. മഹാലക്ഷ്മി അമ്മയെ കണ്ടെത്താൻ അച്ഛമ്മ ശ്രമിച്ചില്ല? ഞാൻ ഒരുപാട് ശ്രമിച്ചു മോളെ, പക്ഷെ നടന്നില്ല. മോളെ സുമി, തെറ്റുകളെല്ലാം തിരുത്തപ്പെടേണ്ടത് തന്നെയാ. മഹാലക്ഷ്മിയെ അന്ന് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാനായിരുന്നെങ്കിൽ സംഭവിച്ച തെറ്റുകളൊക്കെ ഞാൻ അന്നേ തിരുത്തിയേനെ. ഒരുപക്ഷെ ആ നിയോഗം ഇനി നിനക്കുള്ളതായിരിക്കും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇപ്പൊ നീ ആരോടും പറയരുത്. തക്കുടും മലക്ക് പോയി വരുന്നത് വരെ അവന്റെ മനസ്സിന്റെ ശാന്തിയും സമാധാനവും ഒരു കാരണവശാലും ഇല്ലാതാവരുത്. അവൻ സമാധാനത്തോടെ പോയി തൊഴുതു വരട്ടെ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ശ്രീധർമ്മശാസ്താവ് കാണിച്ചു തരും. എന്താ ചേച്ചി ഒരുമാതിരി പന്തം കണ്ട പെരിച്ചാഴി പോലെ? ഈ ചിരി ആർഭാടോ എല്ലാം തീരാൻ പോവാ. കണ്ണടച്ച് തുറക്കും മുമ്പേ നമ്മളൊക്കെ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പോവാ. എന്താ അമ്മേ, എന്തു പറ്റി? അമ്മ എന്തൊക്കെയാ പറയുന്നേ? എല്ലാം തകർന്നു, ഒക്കെ പോയി. ചേച്ചി ഇങ്ങനെ പേടിക്കാതിരിക്കേ. കാദംബരി അമ്മ പറഞ്ഞത് മുഴുവൻ സത്യം തന്നെ. നമ്മൾ ഈ കുടുംബത്തിന്റെ അധികാര സ്ഥാനത്ത് ഇന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബുദ്ധിപൂർവ്വം കളിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ അവരെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ബുദ്ധി നമുക്കിതുവരെ കൈമോശം വന്നിട്ടില്ല എന്നുള്ളതാണ്.